ഹായ്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കസ്റ്റാർഡ് പുഡിംഗ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 500 ml പാക്കറ്റാണ്. പിന്നെ ഒരു എഗ് യോക്ക്, മുട്ടയുടെ ഉണ്ണി, അത് ഒരെണ്ണം വേണം. പിന്നെ വേണ്ടിയത് 200 ഗ്രാം ഡേറ്റ്സ് ആണ്. അത് നല്ല സോഫ്റ്റുള്ള ഡേറ്റ്സ് എടുക്കാൻ നോക്കണം. അത് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ വേണ്ടിയത് ഒരു റോബസ്റ്റ പഴമാണ്. അതുപോലെ ഒരല്പം ബട്ടറും വേണം. പിന്നെ 100 ഗ്രാമിൽ താഴെയായിട്ട് കാഷ്യൂ നട്ട്സ്. പിന്നെ 100 ഗ്രാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടിയത്. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ്. ഒരല്പം വാനില എസൻസ് വേണം. പിന്നെ ആദ്യം നമുക്ക് ഈ ജെലറ്റിൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനൊരു വലിയ ടീസ്പൂണിൽ ഒരു 3/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ അതിലേക്ക് അല്പം തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. കുതിർന്ന് വരുമ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഈ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു വലിയ ബൗളിലേക്ക് ഒരു എഗ് യോക്ക് എടുത്ത് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര, ഞാനിവിടെ 100 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. വലിയ ക്രിസ്റ്റലായത് കാരണം കുറച്ച് അധികം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇനി മധുരം നിങ്ങൾക്ക് അധികം വേണ്ടെങ്കിൽ ഇതിൽ കുറച്ചായിട്ട് എടുത്താൽ മതി. നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഈ 500 ml പാലിൽ നിന്ന് ഒരല്പം ഞാൻ കസ്റ്റാർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ പാല് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എഗ് യോക്ക് പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കുക. പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഈ എടുത്തു വെച്ച പാലിലേക്ക് ഒരു 3 ചെറിയ ടീസ്പൂണാണ്. ടീസ്പൂണിൽ 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. കാരണം ഒരുപാട് കസ്റ്റാർഡ് ഇട്ടാൽ അത് നല്ല തിക്കായിട്ട് വരും. അത്ര വേണ്ട. നമുക്കിതൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു പുഡിംഗാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് പാലിലേക്ക് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് പാലിലേക്ക് എടുത്ത് കലക്കിയത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ചെറിയ ഫ്ലെയിമിലേക്കിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ തീ വളരെ കുറച്ച് ഇട്ടാൽ മതി. കാരണം ഈ കസ്റ്റാർഡ് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന ഒരു സാധനമാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഓട്ടയിലും മതി. അപ്പോൾ അതുപോലെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു കുറുകാനുള്ള പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് അത് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് 200 ഗ്രാം തന്നെ ചേർക്കുക. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ അല്പം കുറച്ചാൽ മതി. 100 ഗ്രാം വേണമെങ്കിൽ ചേർക്കണ്ട. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചും ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പാകത്തിൽ ആയിട്ടുണ്ട്. അധികം തിക്കാവണ്ട. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ജെലറ്റിൻ ഇപ്പോൾ സോക്കായി വന്നിട്ടുണ്ട്. അത് അല്പം തിളച്ച വെള്ളത്തിൽ തന്നെ വെച്ചൊന്ന് മെൽറ്റാക്കി എടുക്കുക. നല്ലോണം തിളച്ചോട്ടെ ജെലറ്റിൻ. അപ്പോൾ ഈ ഒരു മെൽറ്റായി വന്ന ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരു കസ്റ്റാർഡ് ഏകദേശം കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് തിളപ്പിക്കുമ്പോൾ തന്നെ ചേർത്താലും മതി കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരല്പം ബട്ടർ ഞാൻ ഇടുന്നുണ്ട്. ബട്ടർ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. അത് വളരെ ശ്രദ്ധിക്കണം. അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഡേറ്റ്സ്, ചെറുതായി അരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇതിന് നല്ലത്. ഹാർഡാവുമ്പോൾ ഇച്ചിരി വഴറ്റിയെടുക്കാൻ ഇച്ചിരി പാടാവും. അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഡേറ്റ്സിന് പകരം ഏത്തപ്പഴം വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്യാം. ഏത്തപ്പഴവും റോബസ്റ്റ പഴം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. ഒരുപാട് പഴുത്ത് പോകാത്ത ഏത്തപ്പഴം എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ആ സമയം കൊണ്ട് ഒരു പുഡിംഗ് ഡിഷ് എടുത്തിട്ട് ഇതേപോലെ, ഇല്ലെങ്കിൽ വേറൊരു ചെറിയ പാത്രം എടുത്താലും മതി. അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് നല്ലതാണ്. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് അധികം കുറുകിപ്പോയിട്ടില്ല, അധികം ഒഴിക്കാൻ പാകത്തിന് തന്നെ ഉള്ളതാണ്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ലത്. ഇത് ഡേറ്റ് മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ഇത് ഉരുട്ടിയെടുത്തിട്ട് അതിലേക്ക് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഈ കാഷ്യൂ നട്ട്സിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേ ഒരളവിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അതിൻ്റെ ബോൾസിൻ്റെ എണ്ണം കൂടുമല്ലോ. അപ്പോൾ കഴിക്കുമ്പോൾ ഒരുപാട് നമുക്ക് കഴിക്കാൻ കിട്ടും. ഇതിൻ്റെ ബോൾസ് തന്നെയാണ് ഈ പുഡിങ്ങിൻ്റെ ഹൈലൈറ്റും. ഇതെല്ലാ ബോൾസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ പൗഡർ പൊടിച്ച് വെച്ച 100 ഗ്രാമിൽ താഴെയുള്ള പൗഡറാണ്. ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ കുറച്ചെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്, റോൾ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിരിക്കുന്ന ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടുള്ള ബോൾസ് ആണെങ്കിൽ ഇതിലും കൂടുതൽ എണ്ണ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കാൻ കിട്ടും. ഇതിൻ്റെ കൂടെ ചേർത്ത് ഈ കസ്റ്റാർഡിൻ്റെ കൂടെ ഈ ബോൾസ് ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് വരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് 1 മണിക്കൂർ കൂടെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ക്രീം വെച്ച് ഗാർണിഷ് ചെയ്യുക. അത് അങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പം നമ്മളുടെ പുഡിങ് കഴിക്കാൻ പാകത്തിന്, സെർവ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ പുഡിങ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് തണുക്കാൻ വെക്കുക. അതിനുശേഷം ഈ ബോൾസ് ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.